ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട 200 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ലോകസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് KR നാരായണൻ. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 14. നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് സുവോ മോട്ടോ. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുന്നത് ആര്? ഗവർണർ. നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ ആര് ഒപ്പിടുന്നതോടെയാണ് നിയമം ആകുന്നത്? ഗവർണർ. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർ. നിയമസഭ വിളിച്ചു ചേർക്കുന്നത് ആര്? ഗവർണർ. നിയമസഭ ചേരാത്ത സമയങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ആർക്കാണ് അധികാരം? ഗവർണർ. നിയമസഭയിൽ നയപ്രഖ്യാപനം പ്രസംഗം നടത്തുന്നത് ആര്? ഗവർണർ. നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി. നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടത് ആർക്ക്? ഡെപ്യൂട്ടി സ്പീക്കർ. സംസ്ഥാന മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡി. സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത്? ഗവർണർ. നിയമസഭാ അംഗം അവതരിപ്പിക്കുന്ന ബിൽ എത്ര വായനയിലൂടെ കടന്നു പോകുന്നു? 3. ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹിക പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 80-ാം അനുച്ഛേദം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത് ആര്? സ്പീക്കർ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ 22. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി സാധാരണ നിയമിതനാകുന്നത് പ്രതിപക്ഷ നേതാവ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു. പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടരാം? 6 മാസം. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 30. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ. പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1962. പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഹെർബർട്ട് ബേക്കർ. പാർലമെന്റ് എന്നാൽ ലോകസഭയും രാജ്യസഭയും ഡാഷും ചേർന്നതാണ്. പ്രസിഡന്റ്. പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഓർഡിനൻസ്. പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപവൽക്കരിക്കാനുള്ള പ്രമേയം ആദ്യം അവതരിപ്പിക്കപ്പെടേണ്ടത് രാജ്യസഭയിൽ. 14-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം പുതുച്ചേരി. പശ്ചിമ ബംഗാളിലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ പേര് റൈറ്റേഴ്സ് ബിൽഡിംഗ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കർ GV മാവ്ലങ്കർ. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ്. ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ 6. ഭരണഘടന എന്ന ആശയം ഏതു രാജ്യത്താണ് ഉരുത്തിരിഞ്ഞത്? ബ്രിട്ടൻ. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പ്രസിഡന്റ്. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിൽ. ഭരണഘടനയിൽ ഇപ്പോൾ ഉള്ള പട്ടികകൾ 12. ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ 11. ഭരണഘടനയുടെ 52-ാം ഭേദഗതിയിലൂടെ 1985 രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഭരണഘടനയുടെ 73-ാം ഭേദഗതി എത്രാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 11.
ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1962. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19. ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് പഞ്ചായത്ത് രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 11. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് മൗലികാവകാശങ്ങൾ ചേർത്തിരിക്കുന്നത്? 3. ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദമാണ് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് പ്രസ്താവിക്കുന്നത്? 1. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭാഷാ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത്? 7. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്? 42. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർവഹണാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത്? 53-ാം വകുപ്പ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത്? 123. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്? 108. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത്? 226. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്? 331. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയത്? 73-74. ഭരണഘടനയുടെ 1-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക 9-ാം പട്ടിക. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖം. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച തീയതി? 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കപ്പെട്ട തീയതി 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. ഭരണഘടനാ ഭേദഗതികളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 368. ഭാരത സർക്കാരിൻ്റെ എല്ലാ പ്രവൃത്തികളും ആരുടെ പേരിലാണ് നടത്തുന്നത്? രാഷ്ട്രപതി. പ്രധാനമന്ത്രി, മന്ത്രിസഭാ അംഗങ്ങൾ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, ഗവർണർ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, ഇലക്ഷൻ കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നത് പ്രസിഡന്റ്. പ്രസിഡന്റിനെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന നടപടി ഇംപീച്ച്മെന്റ്. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. പ്രസിഡന്റും ക്യാബിനറ്റും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 40. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 73. 1976 ഭരണഘടനയുടെ 42-ാം ഭേദഗതിയിലൂടെ ലോകസഭയുടെ കാലാവധി എത്ര വർഷമായി ഉയർത്തി? 6. 2014 നിയമപ്രകാരം ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിലുള്ള ഭാഷകളുടെ എണ്ണം 22. 60-ൽ കുറവ് അംഗസംഖ്യയുള്ള നിയമസഭയുടെ സംസ്ഥാനങ്ങൾ സിക്കിം, ഗോവ, മിസോറാം. അധികാര സ്ഥാനത്തെ കൊണ്ട് ഒരു പൊതു കർത്തവ്യം നടപ്പിലാക്കി കിട്ടാൻ പുറപ്പെടുവിക്കുന്ന കൽപ്പന മാൻഡമസ്. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ജബൽപൂർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതാര്? ഗവർണർ. മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർ. മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണത്തിന്റെ കണക്ക് നിശ്ചയിക്കുന്നത് ഭരണഘടന. 5 തരം റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32. അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം 1955. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ചിഹ്നം 2 ഇല. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 17.
അയിത്തോച്ചാടന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1955. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് പ്രസിഡന്റ്. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നതാര്? ഗവർണർ. 3 ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യൻ നഗരം ചണ്ഡീഗഡ്. മറ്റെങ്ങും പരാമർശിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ മന്ത്രിസഭയ്ക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 76. മൗലിക കടമകളെ ഭരണഘടനയുടെ ഭാഗമാക്കിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 42. മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ സുപ്രീം കോടതി എന്താണ് പുറപ്പെടുവിക്കുന്നത്? റിട്ട്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആര്? ഗവർണർ. മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നതാര്? ഗവർണർ. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 110. മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ ആർക്കാണ് അധികാരം? ഗവർണർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ ഭരണത്തലവൻ ലഫ്റ്റനന്റ് ഗവർണർ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സംസ്ഥാന മന്ത്രിസഭാ അംഗങ്ങളെ നിയമിക്കുന്നത്? മുഖ്യമന്ത്രി. ആരുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നത്? മുഖ്യമന്ത്രി. ആരുടെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ക്യാബിനറ്റ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. UPSC സ്ഥാപിതമായ വർഷം 1950. UPSC ചെയർമാനെ നിയമിക്കുന്നതാര്? പ്രസിഡന്റ്. യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 44. യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവ. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയിലൂടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉറപ്പാക്കപ്പെടുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് പ്രാതിനിധ്യം ഇല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? 2. ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് ആയത് 1950 ജാനുവരി 26. ഇന്ത്യൻ പാർലമെന്റിന് എത്ര സഭകളുണ്ട്? 2. ഇന്ത്യൻ പാർലമെന്റിൽ ഏത് സഭയിലാണ് അംഗമല്ലാത്ത ഒരാൾ അധ്യക്ഷത വഹിക്കുന്നത്? രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിൽ ഗവൺമെന്റിന്റെ മുഖ്യ വക്താവ് പ്രധാനമന്ത്രി. ഇന്ത്യൻ പാർലമെന്റിന്റെ 3 ഘടകങ്ങൾ ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം 1961. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈർഘ്യം കൂടിയതുമായ സെഷൻ ബജറ്റ് സെഷൻ. ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂഡൽഹിയിൽ. ഇന്ത്യൻ പൗരത്വം എത്ര രീതിയിൽ നഷ്ടപ്പെടാം? 3. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം 8. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ് 25. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംസാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ് 19. ഇന്ത്യൻ ഭരണഘടന എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാം? 3. ഇന്ത്യൻ ഭരണഘടന എത്ര തരം പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നു? 1. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന അനുച്ഛേദം 24. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി താരതമ്യപ്പെടുത്തിയത് ആര്? BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം കൺകറന്റ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പീഠിക തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ലോകസഭയിൽ പരമാവധി എത്ര അംഗങ്ങളാകാം? 20.
ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്നും നീക്കാനുള്ള വ്യവസ്ഥ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 61. ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്ഥാനത്തെ ഏതു രാജ്യത്തിന്റെ ഭരണത്തലവനുമായിട്ടാണ് സാധാരണ താരതമ്യം ചെയ്യുന്നത്? ബ്രിട്ടൻ. ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ യൂണിയനിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി. ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് തലവൻ പ്രസിഡന്റ്. കേന്ദ്ര പൊതു ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസത്തിൽ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 1953 ഒക്ടോബർ 1. ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? GB പന്ത്. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരി ജുഡീഷ്യറി. ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം വിനിയോഗിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭ. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്? 5 വർഷം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലോക്സഭ, രാജ്യസഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ കാലാവധി എത്ര വർഷം? 3. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി. ഇന്ത്യയിലെ പാർലമെന്ററി സംവിധാനം ഏത് രാജ്യത്തിനോടാണ് സാദൃശ്യം? ബ്രിട്ടൻ. ഇന്ത്യയിലെ പ്രതിരോധ സേനകളുടെ പരമാധിപത്യം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? രാഷ്ട്രപതി. ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതി സുപ്രീം കോടതി. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 360. ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് 370. സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം ആമുഖം. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. രാഷ്ട്രപതി നിവാസ് എവിടെയാണ്? ഷിംല. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 35. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭാ അംഗം എന്നിവരുടെ കാലാവധി 5 വർഷം. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നത് ഗവർണർ. രാഷ്ട്രപതിയുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതി. രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിക്രമം ഇംപീച്ച്മെന്റ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ പദവി എത്ര കാലം അലങ്കരിക്കാം? 6 മാസം. രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം ജോധ്പൂർ. രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്ത്? ഇന്ദിരാഗാന്ധി. ജനറൽ പർപ്പസ് കമ്മിറ്റി ആരെയാണ് ഉപദേശിക്കുന്നത്? സ്പീക്കർ. രാജ്യസഭയുടെ 1/3 അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത്? 2. രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ SV കൃഷ്ണമൂർത്തി. രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്ന്. സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356. എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? 5. എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്? 14. എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്? 3. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്? 42. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ഏതെങ്കിലും കക്ഷിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് സ്പീക്കർ.
ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് മാതൃകാ ഭരണഘടനയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ബ്രിട്ടൻ. സംസ്ഥാനത്ത് അറ്റോർണി ജനറലിനു സമാനമായ പദവി അഡ്വക്കേറ്റ് ജനറൽ. ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് അത് നിയമസഭയിൽ എത്ര പ്രാവശ്യം വായിക്കും? 3. വിദ്യാഭ്യാസം മൗലികാവകാശമായി ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 86. ക്യാബിനറ്റിൻ്റെ സുരക്ഷാ സമിതിയുടെ തലവൻ പ്രധാനമന്ത്രി. ക്യാബിനറ്റ് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രി. ഗവർണറെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാധാരണമായി നിയമസഭയിൽ സഭാനേതാവ് സ്ഥാനം വഹിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്